അപ്പൊ നമുക്കൊരു ചിന്ന മേക്കപ്പ് ചെയ്താലോ? ഇതാ ഞാൻ റെവ്ലോന്റെ ഒരു സൺസ്ക്രീൻ ആഡഡ് ആയിട്ടുള്ള ടച്ച് ആൻഡ് ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ അങ്ങനെ സൺസ്ക്രീൻ യൂസ് ചെയ്യാറില്ല. അതിന്റെ എന്റെ സ്കിന്നിൽ അറിയാനുണ്ട്. എന്റെ സ്കിൻ നല്ല ടാൻ അടിച്ചിരിക്കുകയാണ്. സ്കിന്നും ഹെയറും ഒക്കെ എന്റെ ഡാമേജ് ആയിട്ടിരിക്കുകയാണ്. കാരണം ഞാൻ ഇതിന് രണ്ടിലും കെയർ ചെയ്യാറില്ല. സ്കിന്നും ചെയ്യാറില്ല, ഹെയറും ചെയ്യാറില്ല. അപ്പൊ അതൊക്കെ പോട്ടെ, അതൊക്കെ ക്രീം ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് പൗഡർ ഇട്ടാലേ കുറച്ച് കോൺഫിഡൻസ് കിട്ടുള്ളൂ. കുറച്ച് മേക്കപ്പ് ചെയ്ത പോലെ ഇരുന്നോട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ്. നൈക്കയുടെ ലിപ്സ്റ്റിക്കാണ് ഇട്ടേക്കുന്നത്. ഇത് ഞാൻ ഒരു മാസം മുമ്പ് എടുത്ത വീഡിയോ കേട്ടോ, അതുകൊണ്ടാണ് ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ മുടി കെട്ടി കൊടുക്കുകയാണ്. എനിക്ക് നൈക്കയുടെ ലിപ്സ്റ്റിക് ഇഷ്ടമല്ല കേട്ടോ. അത് ഒരു സൈഡിൽ ഇട്ടാൽ ഇങ്ങനെ ഒരു സൈഡിൽ വന്ന് കട്ടയായിട്ടിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. എന്റെ അനുഭവമായിട്ടോ ഞാൻ പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇതാ മുടിയൊക്കെ കെട്ടി. ആദ്യം ഞാൻ മുടി അയച്ചിടാന്നാണ് വിചാരിച്ചത്. പിന്നെ എന്റെ മുടി ഞാൻ കെട്ടുന്നതിന് മുമ്പേ ഊരി പോരാൻ നിൽക്കുന്ന മുടി ആയതുകൊണ്ട് കെട്ടിവെക്കാന്ന് വിചാരിച്ചു. രണ്ട് സൈഡിൽ നിന്നും കുറച്ച് മുടിയൊക്കെ എടുത്തിട്ടു, കമ്മലൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് ഫൈനലി ഒരു പൊട്ടും കൊടുത്തിട്ടു. എന്റെ മേക്കപ്പ് ഇവിടെ സെറ്റായി കഴിഞ്ഞു. മേക്കപ്പ് കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചു ബസ്സിലൊക്കെ കയറുന്നതല്ലേ, മറ്റുള്ളവരുടെ മറ്റേക്ക് മുടി ഇങ്ങനെ കുറെ കാർക്കൂന്തലുള്ളത് കൊണ്ട് പറക്കണ്ടെന്ന് വിചാരിച്ചു മുടി കെട്ടി വെക്കുകയാണ്. ചുമ്മാ അറിഞ്ഞോട്ടെ, കെട്ട് മുടിയില്ല, കുറച്ച് മുടിയുള്ളൂ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത്രയൊക്കെ ഉള്ളൂ മേക്കപ്പ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.